Hi, hello and welcome to your favorite show Bima Gold Chamem. ക്യാമ്പസിലൂടെ അടിച്ചുപൊളിച്ച് നടക്കാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയ്ക്ക് ഇതാ ഫാഷൻ ലോകത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളും ട്രെൻഡുകളും അടങ്ങിയ ഭീമ ഗോൾഡ് ചമയത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഒരു ശരിക്ക് 75% ആൾക്കാരുടെ ഹെയർ നല്ല ഫ്രിസിയാണ്. ഫ്രിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഹെയർ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. അതായത് നല്ലൊരു ഷാമ്പു ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്രിസിനെസ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാമെന്ന് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് നോക്കാം. ഇതേമാതിരത്തെ ഫ്രിസി ഹെയർ ആണ് ചെയ്യുന്നത്. കാര്യം ഇത് നല്ല ഫ്രിസി അല്ല, എന്നാലും ഫ്രിസിയാണ്. കാര്യം കുറച്ച് അതായത് സ്ട്രൈറ്റ് ഹെയർ ആണ്, കുറച്ച് മാത്രമേ ഫ്രിസിനെസ് ഉള്ളൂ. ചിലരുടെ ഹെയർ ഒക്കെ ആണെങ്കിൽ നല്ല ഫ്രിസി ആയിട്ട് കിടക്കും. ആൻറ്റി ഫ്രിസ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഫസ്റ്റ് ഓഫ് ഓൾ ഹെയർ ഒന്ന് നല്ലപോലെ വാഷ് ചെയ്യുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഷാമ്പൂസ് അല്ല യൂസ് ചെയ്യേണ്ട, ക്ലൻസിങ് ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്യണം. നന്നായിട്ട് വാഷ് ചെയ്ത് ഓയിലിൻ്റെ കുറച്ച് ഒരു ചെറിയ ഇതുപോലും കാണാൻ പാടില്ല. കംപ്ലീറ്റ് നല്ല ക്ലീൻ വാഷ് ആയിരിക്കണം. അതിനുശേഷം നല്ലപോലെ ബ്ലോ ഡ്രയർ ചെയ്യുക. ചില ഹെയർസിലാണെങ്കിൽ ബ്ലോ ഡ്രയർ ചെയ്താൽ മാത്രം മതി, അയണിങ്ങിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇതിൽ എന്തായിരുന്നാലും അയണിങ് കൊടുക്കേണ്ടി വരും. ചെറിയ സെക്ഷൻസ് എടുത്താണ് അയണിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രിസിനെസ് മാത്രം റെഡ്യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. വളരെ തിൻ സെക്ഷൻസ്. അതായത് അയൺ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പിലൊന്നും ആവാൻ പാടില്ല. ഉള്ളി ഹെയറിൽ മാത്രമേ അയൺ ചെയ്യാവൂ. സ്കാൽപ്പിൽ അയൺ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബേൺ ആവാനായിട്ട് ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് സ്കാൽപ്പിൻ്റെ മാക്സിമം ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് വിട്ടിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എഫക്റ്റ്. ഓൾ ഓവർ ഇങ്ങനെ അയൺ ചെയ്യുക, ചെറിയ സെക്ഷൻസ് എടുത്തിട്ട്. ഇപ്പോൾ ക്യാമ്പസ് ഹോസ്റ്റലിലൊക്കെ അതായത് എല്ലാവരും അയൺ യൂസ് ചെയ്യാറുണ്ട്. അതൊക്കെ വളരെ കെയർ ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാവൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ മോയ്സ്ചറൈസിങ് കംപ്ലീറ്റ് നഷ്ടപ്പെടാനായിട്ട് ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ പ്രൊട്ടക്ടർ ഉപയോഗിക്കണം. പ്രൊട്ടക്ടർ ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ അയൺ ചെയ്യാവൂ. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ബേസ് ആയതുകൊണ്ട് പ്രൊട്ടക്ടറൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഗ്രാജുവലി കൂടുതൽ ട്രൈ ആയിട്ട് ബ്രേക്കേജസ് ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. ചെറിയ സെക്ഷൻസ് എടുത്ത് ഓൾ ഓവർ ചെയ്യുക. ചെറിയ സെക്ഷൻസ് എടുത്തിട്ട് മാക്സിമം 1 ഇഞ്ച് സെക്ഷൻസ് ആയിരിക്കണം എടുക്കേണ്ടത്. അതിൽ കൂടാൻ പാടില്ല. കാര്യം ബെൻഡ് വരാൻ ചാൻസസ് ഉണ്ട്. ഓൾമോസ്റ്റ് അതിന് ഒരു സൈഡ് കഴിയാറായിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പാർട്ട് മാത്രം നോക്കിയാൽ മതി. ഓൾമോസ്റ്റ് ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് നമുക്ക് നോക്കാം. അതും ചെറിയ സെക്ഷൻസ് എടുക്കുക. വളരെ ചെറിയ സെക്ഷൻസ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സ്കാൽപ്പ് വളരെ ശ്രദ്ധിക്കണം. അയൺ ചെയ്യുമ്പോഴത്തേക്കും സ്കാൽപ്പിലാവാൻ പാടില്ല. സ്കാൽപ്പിലായി കഴിഞ്ഞാൽ ബേണിങ് ഉണ്ടാവും. അയണിങ് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. അത് ശരിക്കും അറിഞ്ഞിരിക്കണം. അതെങ്ങനെ ഉപയോഗിക്കേണ്ടത്, എത്രത്തോളം ഓരോ ഹെയറിനും എത്ര ഡിഗ്രി ഹോട്ട് ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ. അല്ലെങ്കിൽ ഹെയർ തന്നെ ബ്രേക്കായി പോകാനായിട്ട് ചാൻസസ് കൂടുതലാണ്. ഹെയറിൻ്റെ ടെക്സ്ചർ മാറാനായിട്ട് ഒരുപാട് ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ ശരിക്കും അയണിങ് കഴിഞ്ഞു. ഇനി നമുക്കിത് ഫിക്സ് ചെയ്യാം. ഇതിൽ ക്രീം ആപ്ലിക്കേഷൻ ചെയ്യുമ്പോഴത്തേക്കും വളരെ തിൻ സെക്ഷൻസ് എടുത്തിട്ട് വേണം ആപ്ലിക്കേഷൻ ചെയ്യാൻ. ഈവൻ ആയില്ലെങ്കിൽ പ്രോസീസ് നടക്കത്തില്ല. അത്രയും പാർട്ട് തന്നെ ഫ്രിസ്നെസ് കൂടുതലായിട്ട് പ്രോമനൻ്റ് ആവാനായിട്ട് ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ചെറിയ സെക്ഷൻസ് എടുക്കുക. വളരെ നീറ്റായിട്ട് അപ്ലൈ ചെയ്യാവും.
ചെറിയ സെക്ഷൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഓൾ ഓവർ നല്ലപോലെ അപ്ലൈ ചെയ്യുക. ഈ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട, സ്കാൽപ്പിൽ ആവാൻ പാടില്ല. മാക്സിമം സ്കാൽപ്പിൽ നിന്ന് ഒരു 1 ഇഞ്ച് വിട്ടിട്ട് മാത്രമേ അപ്ലൈ ആവൂ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അയണിങ്ങും അതേമാതിരി തന്നെ ആയിരിക്കണം. ഇപ്പോൾ ശരിക്കും ഒരു സൈഡ് കഴിഞ്ഞു. ഇനി അതേമാതിരി തന്നെ അപ്പുറത്തെ സൈഡ് അപ്ലൈ ചെയ്യാം. വളരെ തിൻ ഹെയർ ഉള്ളവർക്കാണെങ്കിൽ സ്കാൽപ്പിലാവാൻ ചാൻസസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാൽപ്പിൽ ഒരു കോട്ടിങ് കൊടുക്കുക. ഒരു ക്രീമിൻ്റെ കോട്ടിങ്ങോ എന്തെങ്കിലും ഓയിൽ എഫക്ട്സ് കണ്ടൻസ് ഉള്ള കോട്ടിങ് കൊടുക്കുകയാണെങ്കിൽ ഈ ക്രീമും സ്കാൽപ്പുമായിട്ട് ഡയറക്റ്റായിട്ട് കോൺടാക്ട്സ് വരത്തില്ല. അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാര്യം കെമിക്കൽ ക്രീം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും സ്കാൽപ്പിലായിട്ടില്ല എങ്കിൽ ഹെയർ ഫോളിങ്ങോ അങ്ങനത്തെ ഒരു പ്രോബ്ലംസ് വരാൻ ചാൻസസ് കുറവായിരിക്കും. ഇപ്പോൾ ശരിക്കും ക്രീം ആപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി നമുക്കിനിയും ഒരു 45 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. കാര്യം ഇതിൻ്റെ പ്രോസസ് നടക്കാനായിട്ട്. എന്നിട്ട് വാഷ് ഔട്ട് ചെയ്യാം. വാഷ് ഔട്ട് ചെയ്ത് ബ്ലോ ഡ്രൈ ചെയ്യാം. ഇപ്പോൾ ശരിക്കും 45 മിനിറ്റ്സ് ആയി. അതിനുശേഷം വാഷ് ചെയ്തപ്പോഴത്തേക്ക് കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ടാണ് വാഷ് ചെയ്ത്. എന്നിട്ട് നമുക്ക് ബ്ലോ ഡ്രയർ ചെയ്യാം. ഡ്രയറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡ്രയർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഹോട്ട് ഉപയോഗിക്കാൻ പാടില്ല. വളരെ ആദ്യത്തെ ഒരു 2-3 ബ്ലോ ഡ്രയറിങ് കൂടുതൽ ഹോട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഒരു മീഡിയം ഹോട്ടിൽ മാത്രമേ ബ്ലോ ചെയ്യാവൂ. വളരെ ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആൻറ്റി ഫ്രിസ് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾ കണ്ടല്ലോ. ഓൾ ഓവർ ആൻറ്റി ഫ്രിസിങ്. അതേമാതിരി തന്നെ ക്രൗൺ ഏരിയയും ചെയ്യാൻ പറ്റും. ഇതേപോലെ നിങ്ങളും ട്രൈ ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അതുവരെയ്ക്കും ഗുഡ് ബൈ.